എല്ലാവർക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമം ശ്ലോകം 22. സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമൻ നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത. ഇവിടെ പ്രധാനമായും 4 നാമങ്ങൾ. 1. സുമേരുമധ്യ ശൃംഗസ്ഥ. ശൃംഗം എന്നാൽ കൊടുമുടി. സുമേരുവിന്റെ നടുവിലെ കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നവൾ. സുമേരുവിന് 4 കൊടുമുടികൾ ഉണ്ടെന്നും അതിൽ മധ്യശൃംഗത്തിൽ ദേവിയും മറ്റു 3 ശൃംഗങ്ങളിൽ ത്രിമൂർത്തികളും സ്ഥിതി ചെയ്യുന്നുവെന്നും ലളിതാസ്തവരത്നത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനം തന്ത്രശാസ്ത്രപരമായി എടുത്താൽ നട്ടെല്ലിനെ മേരുദണ്ഡം എന്നാണ് പറയുന്നത്. ഈ മേരുദണ്ഡത്തിന്റെ അടിയറ്റം ത്രികോണമാണ്. മുകളറ്റം ശിരസിലെ സഹസ്രാര ചക്രത്തിലെ ബിന്ദുവും. ഈ ത്രികോണവും ബിന്ദുവുമായുള്ള ശ്രീചക്രത്തിന്റെ ആദ്യമണ്ഡലം, ശ്രീചക്രത്തിലെ ഭുജം ഓരോന്നും കൊടുമുടിയാണ്. അവയിലാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ സ്ഥിതി ചെയ്യുന്നത്. ബിന്ദുസ്ഥാനവും കൊടുമുടി തന്നെ. പരാശക്തി ഈ ബിന്ദുമണ്ഡലത്തിലാണ് വർത്തിക്കുന്നതെന്ന്. 2. ശ്രീമൻ നഗര നായിക. ശ്രീമത്തായ അല്ലെങ്കിൽ സർവ ഐശ്വര്യമായ നഗരത്തിനും നായികയായുള്ളവർ. ശ്രീമൻ നഗരം ശ്രീചക്രം തന്നെയാണ്. അതിന്റെ അധീശ്വരിയാണ് പരാശക്തി. 3. ചിന്താമണി ഗ്രഹാന്തസ്ഥ. ചിന്താമണി കല്ലുകൾ കൊണ്ടു തീർത്ത ഗ്രഹത്തിൽ വസിക്കുന്നവളാണ് ദേവി. ഏതാഗ്രഹവും സബലീകരിക്കാൻ ശക്തിയുള്ളതാണ് ചിന്താമണി. അങ്ങനെയുള്ള ചിന്താമണി കല്ലുകൾ കൊണ്ട് തീർത്ത മന്ദിരത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് സാരം. ചിന്താമണി എന്നാൽ ഒരു തരം രത്നം. ദേവന്മാർ പോലും ദേവിയെ ആരാധിക്കുന്നത് ഈ ചിന്താമണി ഗ്രഹത്തിൽ വെച്ചാണെന്ന് പറയുന്നു. 4. പഞ്ചബ്രഹ്മാസനസ്ഥിത. പഞ്ചബ്രഹ്മത്തെ ആസനമാക്കി സ്ഥിതി ചെയ്യുന്നവൾ. ചിന്താമണി കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഗ്രഹത്തിനുള്ളിലെ കട്ടിലിൽ ശിവനും തലയിണ ഈശാനനും വിരിപ്പ് സദാശിവനും കട്ടിലിന്റെ കാലുകൾ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശാനൻ എന്നിവരുമാണെന്ന് തന്ത്രഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നു. നാമങ്ങൾ: ഓം സുമേരുമധ്യ ശൃംഗസ്ഥായേ നമഃ. ഓം ശ്രീമൻ നഗര നായികായേ നമഃ. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായേ നമഃ. ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായേ നമഃ. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.